നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദോഷങ്ങൾ അത് പലതരത്തിലാണുള്ളത്. ഒന്നുകിൽ വാസ്തുദോഷം, അല്ലെങ്കിൽ ഗ്രഹനില സംബന്ധമായി അനുഭവപ്പെടുന്ന ദോഷങ്ങൾ. അതുപോലെ തന്നെ വേറെ ഒരു ദോഷം എന്തെന്ന് ചോദിച്ചാൽ അത് ശത്രുദോഷമാണ്. അതായത് നമ്മളോട് വിരോധമുള്ള വ്യക്തികൾ നമ്മൾക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ മുഖേന നമ്മൾക്ക് അനുഭവപ്പെടുന്ന ചില നെഗറ്റിവിറ്റികൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അല്ലെങ്കിൽ അരിഷ്ടകൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ ശത്രുദോഷം എന്നൊരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾക്ക് തന്നെ അറിയാം, ചില ശത്രുക്കൾ നമ്മൾക്കുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഫിസിക്കലായിട്ടുള്ള അറ്റാക്കുകളാവാം, അല്ലെങ്കിൽ വാക്കുകളായിട്ടുള്ള അല്ലെങ്കിൽ ശാപവാക്കുകൾ, അങ്ങനെ പല തരത്തിൽ ശത്രുദോഷത്തെ തന്നെ നമുക്ക് ഡിവൈഡ് അല്ലെങ്കിൽ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശത്രുദോഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മുടെ ശരീരം തന്നെ നമ്മൾക്ക് ചിലത് ഒരു സൈൻ കാണിച്ചു തരും. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ക്ഷീണം, തളർച്ച, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും. അപ്പോൾ നമ്മൾക്ക് എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭവനത്തിലും ഇങ്ങനെയുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടിലുള്ള പക്ഷി മൃഗാദികൾ ഉണ്ടെങ്കിൽ അവർക്ക് അകാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, പശുവൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തളർച്ച, പാല് കിട്ടാതെ വരുന്ന അവസ്ഥ. ഇത്രയും നല്ല കറവയുണ്ടായിരുന്ന പശുവാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വരുമാനം മാത്രമാണ് നമ്മുടെ ഭവനത്തിന് ഒരു ഏക ആശ്രയം ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശത്രുക്കളിൽ നിന്നുള്ള ഒരു ദോഷം എന്ന് തന്നെയാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. നമ്മൾക്കത് അറിയുകയും ചെയ്യാം. അപ്പോൾ ഏവരും ശത്രുദോഷം ഭയന്ന് ജീവിക്കുകയാണ്. ഒരുപാട് ആളുകൾ അതിനുള്ള എന്താണ് നാം ചെയ്യേണ്ടതെന്നൊക്കെ ക്ഷേത്രത്തിലായാലും നമ്മളോടൊക്കെ വിളിച്ച് വഴിപാടുകളൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ശത്രുദോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ഭവനത്തിലെ ദൈവാധീനമുള്ള ഭവനത്തിലാണെങ്കിൽ പോലും ചില സൈൻ, അതായത് ചെറിയ സൂചനകൾ നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഭവനത്തിൽ ചില ചെടികൾ, നമ്മൾ ഭവനത്തിൽ ഓരോ കാര്യങ്ങൾ വളർത്താറുണ്ട്, സസ്യങ്ങൾ, ചെടികൾ, അങ്ങനെ ഇങ്ങനെ ഓരോന്നും. അപ്പോൾ അത് നമ്മൾക്ക് ചില സൂചനകൾ നൽകും. നിങ്ങൾ ശത്രുദോഷത്തിൻ്റെ പിടിയിലാണ്, അല്ലെങ്കിൽ ഇത് ദോഷമാണ്, നിങ്ങളത് മാറ്റേണ്ട സമയം അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിക്രമിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ചില ചെടികൾ ചില സൂചനകൾ തരും. അങ്ങനെയുള്ള ചെടികൾ ഏതൊക്കെ, അല്ലെങ്കിൽ സസ്യലതാദികൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ മൈലാഞ്ചിയാണ്. മൈലാഞ്ചി വളരെ ശുഭകരമായൊരു സസ്യമാണ്, ഒരു ചെടിയാണ്. അത് നമ്മുടെ വീടിൻ്റെ അതിർത്തിയിലൊക്കെ നടുന്നത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ ഈ മൈലാഞ്ചി ധാരാളമായി പൂത്തുലഞ്ഞ്, ധാരാളം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ. കാരണം 2 ദിവസം മുന്നേ വരെ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ വരെ അത് വല്ലാതെ നിന്നത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങ് അധികമായ അമൃതം വിഷു എന്ന് പറയത്തില്ലേ, അതേപോലെ അധികമായി പൂത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് ശത്രുദോഷത്തിൻ്റെ നിങ്ങൾ ശത്രുദോഷത്തിൻ്റെ പിടിയിൽപ്പെട്ടു അല്ലെങ്കിൽ പിടിയിലാണ് എന്നൊരു സൂചനയാണ് അത് നൽകുന്നത്. അടുത്തത് ചെമ്പരത്തിയും ഇതേപോലെ എല്ലാ ഭവനങ്ങളിലും ഉള്ളതാണ്. പണ്ടേയുള്ള ഭവനങ്ങളിലെല്ലാം ഒരു പൂ വേറെ ഇല്ലെങ്കിൽ പോലും ചെമ്പരത്തി ഏത് ഭവനത്തിലും അത്യാവശ്യമായി ഉള്ളതാണ്. കാരണം ചെമ്പരത്തി താളിയൊക്കെ തലയിൽ തേക്കാനായി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉപയോഗിച്ചിരുന്നതുമാണ്. ഇന്നത്തെ കാലത്താണ് ഷാമ്പു തുടങ്ങിയിട്ടുള്ള ഓരോ കണ്ടീഷണർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നത്. പണ്ട് ഒരു കെമിക്കലും ഇല്ലാത്ത ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തി ധാരാളമായി മുട്ടിട്ട് പൂവിട്ട് നിൽക്കുന്ന ചെടിയാണ്. പക്ഷേ പെട്ടെന്നൊരു നിമിഷം ഈ ചെമ്പരത്തിയുടെ ഇലയൊക്കെ അങ്ങ് കുരുടിയ അവസ്ഥ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൂവ് വിടർന്ന് എന്ന് പറഞ്ഞാൽ നോർമലായി ഉണ്ടാകുന്ന വിടർന്ന ഒരു അവസ്ഥയിലൊക്കെ അത് വരുന്നില്ല, അത് മുരടിച്ചു പോകുന്ന ഈ ഒരു അവസ്ഥ. ഇതൊക്കെ നമ്മുടെ ഭവനത്തിലും ആ ഭവനത്തിലെ അംഗങ്ങൾക്കും ശത്രുദോഷം ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ പ്രകൃതി നൽകുന്ന ഒരു സൂചനയാണ്. അപ്പോൾ അത് അടുത്തതായിട്ടുള്ളത് ചെമ്പരത്തി, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി തുളസി, ദേവവൃക്ഷമാണ് തുളസി. അപ്പോൾ ദേവവൃക്ഷം നമ്മൾ വെള്ളമൊഴിച്ച് പരിപാലിക്കുന്ന ആ വൃക്ഷം, അല്ലെങ്കിൽ ആ വൃക്ഷമല്ല, ചെടി, ആ സസ്യമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവർ കാണിച്ചു തരികയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ദോഷത്തിൻ്റെ പിടിയിലായി. എങ്ങനെയാണ് അവർ കാണിച്ചു തരുന്നത്? പൂത്ത് തളർത്ത് നല്ല ഇലകളോട് കൂടി നിന്നിരുന്ന ആ ചെടി പെട്ടെന്ന് അത് ഒരുമാതിരി, എങ്ങനെ പറയുക, അതങ്ങ് വാടി. കാരണം അത്
അതിന് നമ്മൾ കേൾക്കുന്ന നെഗറ്റിവിറ്റി നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെക്കാൾ മുന്നേ നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലും പക്ഷി മൃഗാദികളോ അല്ലെങ്കിൽ സസ്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കത് അറിയാൻ സാധിക്കുമെന്ന്. കാരണം അവരെ ആയിരിക്കും അത് ബാധിക്കുന്നത്. ചില പക്ഷികളും മൃഗങ്ങളുമൊക്കെ നമ്മൾ കൂടുതൽ ഓമനിച്ച് വളർത്തിയിരുന്നതൊക്കെ ചത്തുപോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ അത് എത്താറുണ്ട്. കാരണം നമ്മുടെ ദോഷം അവർ മുഖേന നീങ്ങുകയാണ്. അതേപോലെ തന്നെ നമ്മളാൽ വെള്ളമൊഴിച്ച് പരിപാലിക്കപ്പെടുന്ന ആ തുളസിക്ക് പെട്ടെന്ന് ഒരു വാട്ടം അല്ലെങ്കിൽ അത് പെട്ടെന്ന് മുരടി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ, അത് വെയിലില്ല, ആവശ്യത്തിനുള്ള മഴ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കുന്നതായിട്ട് പോലും അതിനങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അത് ഓർത്തുകൊള്ളൂ, നിങ്ങൾക്ക് ശത്രുദോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സൂചനയായിട്ടാണ് ആ സസ്യം നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നത്. അടുത്തത് തെച്ചി. തെച്ചിപ്പൂവും ഇതുപോലെ പെട്ടെന്ന് ധാരാളമായി പുഷ്പം ഇട്ടുകൊണ്ടിരുന്ന തെച്ചിയാണ്. അത് നമ്മൾ ക്ഷേത്രത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന തെച്ചിയാണ്. പക്ഷെ പെട്ടെന്ന് അത് അതിൻ്റെ ഇലകളൊക്കെ എന്ന് പറയത്തില്ലേ, അത് ആകെ വാടിയതുപോലെ എന്ന് പറഞ്ഞാൽ അതിന് കാണുമ്പം തന്നെ ആകെ തളർച്ചയായിട്ടുള്ള അതിൻ്റെ തണ്ടൊക്കെ വാടിപ്പോകുന്നു. പെട്ടെന്ന് അതങ്ങ് ആകെ വാടിയ അവസ്ഥ. പൂവ് ധാരാളമായി കിട്ടിക്കൊണ്ടിരുന്ന പൂവ് കിട്ടുന്നില്ല. അത് മൊത്തത്തിൽ അതിനൊരു വാട്ടം. അത് തന്നെ നമ്മൾക്ക് സൂചനയാണ് നമ്മുടെ ഭവനത്തിൽ ഒരു ശത്രുദോഷം ബാധിച്ചിട്ടുണ്ട്, നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പരിഹാരങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് അതിനെ മാറ്റേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതും നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ അരളി ഇപ്പോൾ എവർക്കും അറിയാം, അതിനകത്തുനിന്ന് വിഷമുള്ള അരളിക്ക് ചെടിക്കും കറയ്ക്കും ഒക്കെ വിഷമുള്ളതാണ്. അത് ഈ ഇടയ്ക്ക് ഒരു കുട്ടിയുടെ മരണത്തിന് വരെ കാരണമാക്കി. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊന്നും ഇപ്പോൾ അത് ഉപയോഗിക്കാത്തൊരവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഭവനത്തിൽ അരളിച്ചെടി ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കുട്ടികളെ ഒന്നും അതിൻ്റെ സമീപത്തേക്ക് വിടണ്ട. അപ്പോൾ അതിനും ഇങ്ങനെ പെട്ടെന്നൊരു വാട്ടം, തളർച്ച അല്ലെങ്കിൽ അതിൻ്റെ പൂവ്, നമ്മളതിന് പറയുന്നത് പൂവ് അല്ലെങ്കിൽ ചെടി അത് പെട്ടെന്ന് അത് വാടി അല്ലെങ്കിൽ അത് അങ്ങ് മുരടി നിൽക്കുന്നില്ലേ. നമ്മുടെ ചില മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ ദൃഷ്ടിദോഷം വരികയാണെങ്കിലും നല്ല ഊർജ്ജസ്വലനായി നിന്ന ഒരു വ്യക്തിയെ നിമിഷ നേരം കൊണ്ട് ദൃഷ്ടിദോഷത്തിന് മുരടിപ്പിച്ച് അവൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ അവൻ്റെ ആ പ്രകാശം അവനെ ബാധിച്ചിരുന്ന അവനിൽ ഒരു പോസിറ്റിവിറ്റി, അവനിൽ ഒരു ചൈതന്യം ഉണ്ടായിരുന്നതിന് ഒരു ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ കൊണ്ട് മാറ്റം, അവനിലെ ആ ചൈതന്യത്തെ വരെ നഷ്ടപ്പെടുത്താൻ ഉള്ള ശക്തി ഈ കണ്ണേർ, ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ശത്രുദോഷം എന്നീ കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ വസ്തുക്കളല്ല, ഈ സസ്യലതാദികൾ, ഈ ചെടികൾ നിങ്ങൾ വീട്ടിൽ അതിനെ പരിപാലിച്ചു പോരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്നലെ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ അത് നല്ല രീതിയിൽ പൂവിട്ട് അത് ആകെ ഐശ്വര്യത്തോടെ നിന്നിരുന്ന അതിൽ നിന്ന് ചൈതന്യം പോയതായ ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, അത് ശത്രുദോഷം നിങ്ങളിൽ ഭവനത്തിലും ബാധിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. പിന്നെ ദൃഷ്ടിദോഷവും വരാം. കാരണം നമ്മുടെ വീട്ടിൽ സസ്യലതാദികൾ പൂവിട്ട് തളർത്ത് നിൽക്കുമ്പോൾ പുറത്തു നിന്നൊരു വ്യക്തി വരികയാണെങ്കിൽ വന്ന് അത് കണ്ടിട്ട് കൊള്ളാമല്ലോ, ഇഷ്ടം പോലെ നിൽക്കുന്ന അവർ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അതിന് തണ്ടോ എന്തെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ ഇരുന്ന് ഭവനത്തിലിരുന്ന് പറയുകയും ചെയ്യും, അവർ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്, അയ്യോ നമ്മുടെ വീട്ടിൽ അത് കിട്ടി, അതുപോലെ ഇല്ലല്ലോ എന്ന്. എന്തുകൊണ്ട് അവർക്കത് പറ്റുന്നില്ല? ഇത് വെള്ളം ഒഴിച്ച് അത് പരിപാലിക്കുന്ന പോലെ അവർക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ അവരുടെ ഭവനത്തിൽ. പക്ഷെ ചെയ്യുകയുമില്ല. വേറൊരാൾ ചെയ്തതിനെ നോക്കി ഇങ്ങനെ കമൻറ്റ് പറഞ്ഞ് അതിനെ മോശമാക്കി അതിനെ നശിപ്പിക്കുന്നു. അതൊരു ഇഷ്ടമാണ് ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്. ഇഷ്ടമെന്നല്ല, അതറിയാതെ അവരുടെ വായിൽ വന്നു പോകുന്നതാണ്, ആരുടെയും കുറ്റമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദോഷങ്ങളുണ്ട്. അതിനെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചില കുട്ടികളുണ്ട്, ഇപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ, നല്ല മാർക്ക് വാങ്ങുന്ന സ്കൂൾ ടോപ്പായിട്ടുള്ള കുട്ടികൾ പോലും ചില നിമിഷം ഇങ്ങനെ പെട്ടെന്ന് ആകെ വാടി തളർന്ന ഒരു അവസ്ഥ. അത് ചില സമയത്ത് കണ്ണും ദോഷമാണ്. അത് അമ്മമാരും നമ്മൾ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഉപ്പും മുളകും കടുവും എടുത്ത് ഒഴിഞ്ഞ് നമശിവായ എന്നുള്ള ഏത് ഭഗവാനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തലയ്ക്കൊഴിഞ്ഞ് അത് അടുപ്പിലിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭവനത്തിൽ ഓരോ സിമ്പലുകൾ കാണിച്ചു തരും, ഒരു സൂചനകൾ ഭഗവാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ നിങ്ങൾ ചെയ്തു പോരേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ലാതെ അത് കരിഞ്ഞു പോയി എന്നും പറഞ്ഞ് അതിനെ പിഴുതെടുത്ത് കളയുമ്പോൾ അതങ്ങ് പോകും. പക്ഷെ നമ്മൾക്ക് ആ തരുന്ന സൂചന നമ്മളത് മനസ്സിലാക്കി അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഏവർക്കും ഭവനത്തിലേക്ക് നോക്കുക, നിങ്ങളുടെ പരിസരത്ത് ഇങ്ങനെയുള്ള ചെടികൾ നിങ്ങൾ നട്ടുവളർത്തി അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയതിന് ഇങ്ങനെ അത് മുരടി നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇന്നലെ വരെ നല്ല രീതിയിൽ അതിൽ നിന്ന് പൂക്കളും വാസനയും വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് അതിന്
എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ തന്നെ കാണാറില്ലേ, നല്ല ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തളർന്ന അവശനായി മാറുന്നത് പോലെ ഈ ചെടിക്കും പെട്ടെന്ന് വന്ന അവശത അല്ലെങ്കിൽ ഒരു മുരടിപ്പ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സൂക്ഷിച്ചുകൊള്ളൂ, മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങൾ ശത്രുദോഷത്തിൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരം കൂടി നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഏവർക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലേ മുന്നോട്ടുള്ള വീഡിയോകൾ ഇടാൻ ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്ക്, ജ്യോതിഷികൾക്ക് അതൊരു പ്രചോദനമാവുകയുള്ളൂ. നമസ്കാരം.